ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശിന് ആ വലിയൊരു ബുദ്ധിമുട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ വല്ലാതെ ഇങ്ങനെ ശ്വാസം മുട്ടുന്ന രീതിയിൽ ഇങ്ങനെ ചങ്കത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് വെള്ളം കുടിക്കുകയും ഇൻഹേൽ വലിക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ ഇങ്ങനെ പെടഞ്ഞിങ്ങനെ വീഴുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ നയനയുടെ സ്വപ്നമായിരുന്നു. നയന ആ സ്വപ്നത്തിൽ നിന്ന് ചാടി അങ്ങോട്ട് എണീക്കുകയാണ്. ആദർശേട്ടാ എന്ന് വിളിച്ചോണ്ടാ. അപ്പോൾ നയനക്ക് ഒരു സമാധാനം ഇല്ല. അവൻ നയന ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മണി 12. ദൈവമേ, മണി 12 ആയല്ലോ. ആദർശേട്ടൻ ഉറങ്ങിയിട്ടുണ്ടാവോ, ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്നൊക്കെ ടെൻഷനായി നമ്മുടെ നയന നേരെ ആദർശിനെ ഫോൺ ചെയ്യുകയാണ്. അപ്പോൾ ആദർശ് ഫോൺ എടുക്കുകയാണ്. എന്താ നയനെ, നിനക്ക് ഉറക്കമൊന്നുമില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആദർശേട്ടന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇല്ല, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എന്താ നയനെ? ആദർശേട്ടാ, അത് പിന്നെ എന്തെങ്കിലും പേടി സ്വപ്നം കണ്ടോ? അതെ ആദർശേട്ടാ, ഞാൻ പേടി സ്വപ്നം കണ്ടു എന്നും പറയാണ്. എന്തിനാണ് പേടിക്കുന്നത്? എനിക്ക് യാതൊരു കുഴപ്പമില്ല. പിന്നെ നിന്നെ കാണാത്തതിൻ്റെ ചെറിയൊരു സങ്കടം, വീട് മാറിക്കിടന്നതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അത്രയും മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അല്ല ആദർശേട്ടാ, ഇൻഹേലറൊക്കെ അടുത്തുണ്ടല്ലോ അല്ലേ? അതെല്ലാം അടുത്തുണ്ട്. നയനെ, നീ ഓരോ കാര്യങ്ങളും ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെടല്ലേ. ഇങ്ങനെ സങ്കടപ്പെടേണ്ട സമയമാണ് ഇപ്പോൾ. സന്തോഷത്തോടെ കിടന്ന് ഉറങ്ങ്, അത് മാത്രം ഇപ്പം ചിന്തിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് ഫോൺ കട്ടാക്കുകയാണ്. അപ്പോഴും നയനയ്ക്ക് വല്ലാത്ത സങ്കടമാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയെ കാണിക്കുകയാണ്. അപ്പം മുത്തശ്ശിക്ക് ഉറക്കം വരുന്നില്ല. ഇനി നയന ഒറ്റക്കാണല്ലോ, ഇനി നയന ഉറങ്ങണുണ്ടോ ഇല്ലെന്നൊക്കെ അറിയാൻ വേണ്ടി മുത്തശ്ശിന് ഉറങ്ങുന്ന സമയത്ത് പതിയെ എണീറ്റ് മുത്തശ്ശി നേരെ നയനയുടെ റൂമിൻ്റെ അരിയിലേക്ക് വരികയാണ്. അപ്പോൾ ഡോറ് തുറന്നിട്ടിരിക്കുന്നത്, ദൈവമേ ഡോറ് തുറന്നിട്ടാണ് ഇട്ടിരിക്കുന്നത്. കൊച്ചി എവിടെ പോയി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി നോക്കിയപ്പോൾ ബെഡിലും കൊച്ചില്ല. കൊച്ചെന്ന് വെച്ചാൽ നമ്മുടെ നയന. അപ്പം നയനയില്ല. അപ്പം നയനയെ ദൈവമേ എവിടെ പോയി, ബാത്റൂമിൽ എങ്ങൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ മുത്തശ്ശിക്ക് ആകെ ടെൻഷൻ. മുത്തശ്ശി നേരെ ഹാളിലേക്ക് പോയി നോക്കുകയാണ്. അപ്പോൾ അതേ നയന അവിടെ ഒറ്റക്ക് സങ്കടപ്പെട്ട് ആ കസാരയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നയനയുടെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിക്ക് സങ്കടം സഹിക്കാൻ പറ്റും. ദൈവമേ, ആ കൊച്ചിന് ഉറക്കം പോലും ഇല്ലല്ലോ, ഇങ്ങനെ ഉറങ്ങാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമല്ലോ. ഈ ഒരു അവസ്ഥയിൽ നല്ല ഉറക്കമൊക്കെ വേണ്ടതാണ്, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് മുത്തശ്ശി ചിന്തിക്കുക. അങ്ങനെ മുത്തശ്ശി ചിന്തിച്ചിട്ടുണ്ട്. നേരെ നയനെ വിളിക്കാനൊന്നും പോയില്ല. മുത്തശ്ശി നേരെ റൂമിലേക്ക് കയറി ചെന്നപ്പോൾ മുത്തശ്ശി നല്ല ഉറക്കമാണ്. ഡോറടക്കുന്ന ആ ശബ്ദം കേട്ടപ്പോഴേക്കും മുത്തശ്ശൻ കണ്ണുറക്കാണ്. കണ്ണുറന്നപ്പോഴേക്കും ഓഹോ, ഉറങ്ങിയില്ലായിരുന്നല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശി. ഇല്ല, ഉറങ്ങിയില്ല. താനിത് എവിടെ പോയിരിക്കുകയായിരുന്നു? നിങ്ങൾക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാലോ. പക്ഷേ എനിക്കങ്ങനെ പറ്റില്ല. നയനയ്ക്ക് അവിടെ സ്വസ്ഥയും സമാധാനവും ഇല്ല. അവൾക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. എന്താ അവൾക്ക് ഉറങ്ങാൻ പറ്റാത്തത്? അവളോട് പോയി കിടന്ന് ഉറങ്ങാൻ പറയാൻ പാടില്ലായിരുന്നോ? എന്തുകൊണ്ട് താനത് ചെയ്തില്ല? ഞാൻ എങ്ങനെ പറയും? ആദർശ് മോനെ ആലോചിച്ചിട്ടാണ് നയന ഇങ്ങനെ കിടന്ന് വേവലാതിപ്പെടുന്നത്. അവൾക്ക് സങ്കടം, അവൾക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാകുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതെ, 7-ാം മാസത്തിൽ അമ്മയും കുഞ്ഞും ചൂട് പറ്റിയാണ് കിടന്ന് ഉറങ്ങേണ്ടത്. ആ സമയത്ത് ഭർത്താവ് കൂടെ കിടന്ന് ഉറങ്ങാനായിട്ട് പാടില്ല. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ 7-ാം മാസം ആയില്ലല്ലോ, പിന്നെ എന്തിനും ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നിട്ട് നമ്മുടെ കല്യാണം കഴിച്ചിട്ടെ 52 വർഷമായി. ഇതിനിടയിൽ എന്നോടൊരു വെറുപ്പ് പോലും എൻ്റെ ഭാര്യ കാണിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം അതും തുടങ്ങിയല്ലേ. എനിക്ക് വെറുപ്പൊന്നുമില്ല ഇദ്ദേഹത്തോട്, പക്ഷേ ഇദ്ദേഹത്തിന് വലിയ മാറ്റമുണ്ട്. അതുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ വേദന കൊണ്ട് ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നയനയുടെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണമല്ലോ, അതുകൊണ്ട് മാത്രം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ പിന്നീട് കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് പോയില്ല. കണ്ണടച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യാണ്. മുത്തശ്ശിക്കാണെങ്കിൽ കലയും വരുന്നുണ്ട്. വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ മുത്തശ്ശിയും. പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയും ആദർശിനെയാണ്. അപ്പോൾ നന്ദു ആദർശിനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പെണ്ണ് എനിക്ക് ജ്യൂസ് കലക്കി തന്നെന്ന് പറഞ്ഞുള്ള സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു പെണ്ണ് അവിടെ ചെന്നിട്ടില്ല എന്നും അങ്ങനെ പല കള്ളങ്ങളുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിലെന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളല്ലോ. പക്ഷേ അതെന്താണെന്ന് കണ്ടെത്തുക തന്നെ ചെയ്യണം. അത്
പാലക്കാരിയാണെന്നാണ് പറയുന്നത്. പക്ഷെ അവരുടെ സംസാര രീതിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പാലക്കാരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു രീതിയിലാണ് ആ പെണ്ണ് അവിടെ സംസാരിച്ചത്. അപ്പോൾ എന്നെ തകർക്കാൻ വേണ്ടി തന്നെയാണ് അവരവിടെ വന്നതും. പക്ഷെ ഇവരെ വിട്ടത് ആരാണെന്നൊക്കെ കണ്ടെത്തണം. നന്ദു, ഞാനൊരു കാര്യം പറയാം, നിന്റെ കേസ് അന്വേഷണം ബോംബെയിലേക്ക് മാറ്റിയാലെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നന്ദു ഒന്ന് പതറി അങ്ങനെ നിൽക്കുകയാണ്. അതിർഷേട്ടാ, അതിൻ്റെ കാര്യമുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. അതെ, അതിൻ്റെ കാര്യമുണ്ട്. ഇതിൻ്റെ തുമ്പ എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്തണമല്ലോ. എന്നാലല്ലേ നമുക്ക് ആ റൂട്ടിലൂടെ പോകാൻ പറ്റുള്ളൂ. എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് നന്ദു എന്നെ സഹായിച്ചേ മതിയാവുള്ളൂ. അപ്പോഴേക്ക് നന്ദു ആണെങ്കിൽ ഞാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാം ആദർശേട്ടാ, അതിന് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ആദർശാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്നാ. നയനില്ലാത്തതുകൊണ്ട് എനിക്കൊരു മനസമാധാനമില്ല, മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നന്ദു ആണെങ്കിൽ അതെ, നയനേച്ചിയുടെ കാര്യം അത് തന്നെയാണ് ആദർശേട്ടാ. അത് നയനേച്ചിക്ക് ഒരു ഉറക്കം പോലുമില്ല. എപ്പോഴും ആദർശേട്ടനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യാനാ നന്ദു, എനിക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റില്ലല്ലോ. ആ ഒരു അവസ്ഥയിലല്ലേ നയന ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് കാര്യങ്ങളെല്ലാം പറയാണ്. ശരി ആദർശേട്ടാ, എന്തെങ്കിലും വിവരം കിട്ടണമെങ്കിൽ ഞാൻ ആദർശേട്ടനെ ഉടനെ തന്നെ അറിയിക്കാം. ഈ കേസിൻ്റെ പിന്നാലെ തന്നെയാണ് ഇനി ഞാൻ മുന്നോട്ട് പോകാൻ പോകുന്നത്. ഇനി കേസ് തീർന്ന് അനന്തപുരിയുടെ പ്രശ്നങ്ങൾ തീർത്തിട്ട് മാത്രമേ എനിക്കിനി വിശ്രമമുള്ളൂ എന്ന് ഈ നന്ദു വാക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. പിന്നീട് നയനയെ കാണിക്കുകയാണ്. അപ്പോൾ നയനയാണെങ്കിൽ അതിലേറെ ദുഃഖത്തിലിരിക്കുക, ഭയങ്കര സങ്കടം, രണ്ടും കൽപ്പിച്ച് തന്നെ നിൽക്കുന്ന. അപ്പോൾ ആദർശിനെ കുറിച്ചുള്ള ഓർമ്മകൾ നയനയുടെ നെഞ്ചിലിങ്ങനെ തെകിട്ടിങ്ങനെ വരികയാണ്. അപ്പോൾ ആദർശ് നയനയുടെ നെറ്റിയിൽ ഉമ്മ കൊടുത്ത കാര്യങ്ങളും തന്നെ ചേർത്ത് പിടിച്ച കാര്യങ്ങളും അങ്ങനെതായ ചില കാര്യങ്ങളാണ് നയനയുടെ മനസ്സിലേക്ക് കയറിക്കൂടി വരുന്നത്. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ജലജയും അഭിയും അതേപോലെ തന്നെ ദേവയാനിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലും ആദർശിനെ കുറിച്ചുള്ള കാര്യങ്ങളില്ലേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ദേവയാനിക്ക് കലി വരികയാണ്. നീ മിണ്ടാതിരിക്കും, നീ നിന്റെ മകൻ്റെ കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും പ്രശ്നത്തിന് കാരണം അത് നീ തന്നെയാണ്. പക്ഷേ നീയൊക്കെ അതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. നീയേ മോൾക്ക് ഭക്ഷണം കൊടുത്തോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുക. മുത്തശ്ശി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ലമ്മേ, ഞാനിപ്പോൾ തന്നെ ഭക്ഷണം കൊടുക്കുക, അവൾക്കാണ് ആദ്യം ഭക്ഷണം കൊടുക്കേണ്ടത്, മനസ്സിലായോ? അവളുടെ കാര്യങ്ങളാണ് നീ ശരിക്കും നോക്കേണ്ടത് എന്ന് ജലജയോട് പറയണം. അമ്മ ഞാൻ നോക്കിക്കോളാം അമ്മേ, ഞാൻ വേണ്ട ഭക്ഷണങ്ങളെല്ലാം ഇപ്പം കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി എടുത്ത വായിക്കും വേണ്ട, എൻ്റെ മോൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് എനിക്കറിയാം, ഇവള് കൊടുക്കണ്ട, ഇവളുടെ കൈ കൊണ്ട് കൊടുത്താലേ അത് ആപത്തായി തീരുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുകയാണ്. എന്താ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അങ്ങനെ നയനെ മോളെ തകർക്കാനായിട്ട് നോക്കുമോ? അവൾ വല്ലാത്തൊരു അവസ്ഥയിൽ ഇരിക്കുകയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നയനെക്കുറിച്ചുള്ള സംസാരങ്ങളെല്ലാം അവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നയന ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ ഇറങ്ങി വരുന്നത്. മോള് വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദേവേനെ അവിടെ നിന്ന് എണീക്കുക. എന്താ മോളെ എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്ക് ചില കാര്യങ്ങളെല്ലാം നിങ്ങളോട് സംസാരിക്കാനുണ്ട് എന്നും പറയുകയാണ്. എന്താ സംസാരിക്കണം മോളെ, നീ വല്ലതും കഴിച്ചായിരുന്നോ? അമ്മ ചായ എടുക്കട്ടെ എന്ന് ദേവേനി പറയാണ്. വേണ്ടമ്മേ, എനിക്ക് ചായ ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും എൻ്റെ പൊന്നു മക്കൾ വാ ഇവിടെ വന്നിരിക്കുക, മുത്തശ്ശിയുടെ അടുത്ത് വന്നിരിക്കുന്നു പറഞ്ഞപ്പോഴേക്കും നമ്മുടെ നയന മുത്തശ്ശിയുടെ അടുത്ത് പോയി ഇങ്ങനെ ഇരിക്കുക. ഇന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സംസാരിക്കാനുള്ളത് മുത്തശ്ശനോടാണ് എന്ന് പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശനാണെങ്കിൽ ഇന്നലത്തെ കാര്യം തന്നെയാണെങ്കിൽ വേണ്ട, എനിക്കത് കേൾക്കാനായിട്ട് താല്പര്യമില്ല എന്നൊക്കെ പറയുക. അപ്പോഴേക്കും മുത്തശ്ശി എന്താ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്? മോൾക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് പാടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞില്ല, സ്ഥിരം പറയുന്ന കാര്യമാണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ട ആവശ്യമില്ല, സംസാരിക്കേണ്ട കാര്യവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വേറെ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കുക. മുത്തശ്ശ, എൻ്റെ അമ്മയ്ക്ക് പഴയ പുരാണ കഥകളൊന്നും അറിയില്ല, അതിനെക്കുറിച്ച് കൂടുതൽ അറിവുമില്ല. മുത്തശ്ശിയാണ് എനിക്ക് ഈ കഥകളെല്ലാം പറഞ്ഞു തന്നേക്കണത്, പുരാണ കഥകളൊക്കെ. അതിൽ വലിയ വലിയ പാഠങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഈ സീതയും രാമനൊക്കെ അവരുടെ കഥകളാണ് എനിക്ക് മുത്തശ്ശി കൂടുതൽ പറഞ്ഞു തന്നിരിക്കുന്നത്. അതിൽ ഒരു കഥ പറയുന്നുണ്ട്, ഭർത്താവ് ഉള്ളിടത്ത് എവിടെയാണോ അവിടെ തന്നെയാണ് ഭാര്യ ഉണ്ടാകേണ്ടതെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശനാണെങ്കിൽ അല്ല, എന്തിനാണാവോ ഇപ്പം ഈ കഥ ഇവിടെ പറയുന്നത്? മുത്തശ്ശ, അതിന് പറയാനുള്ള കാരണമൊക്കെ ഉണ്ട്. മുത്തശ്ശി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അപ്പോൾ സീതാദേവിക്ക് നല്ല 2 കൊട്ടാരമായ വീടുകളുണ്ടായിരുന്നു, താമസിക്കാനുണ്ട്. നല്ല രാജകുമാരിയെ പോലെ അവിടെ സീതാദേവിക്ക് കഴിയായിരുന്നു. പക്ഷേ രാമൻ വീട് വിട്ടിറങ്ങി വനവാസത്തിന് പോയി കഴിഞ്ഞപ്പോഴേക്കും സീതാദേവി എന്താ ചെയ്തത്?
എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച്, സൗഭാഗ്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് രാമൻ്റെ ഒപ്പം ആ വഴിയെ പോയി. എന്നിട്ട് എല്ലാ ഇതും സന്തോഷങ്ങളും ഉപേക്ഷിച്ച് രാമൻ്റെ ഒപ്പം ആ വനവാസത്തിൽ താമസിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതെ, അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. ഇതിനെല്ലാം ഈ പുരാണ കഥകളൊക്കെ നമ്മുടെ ജീവിത പാഠങ്ങളാണ് മുത്തശ്ശ. അതെ, ജീവിത പാഠങ്ങൾ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്, ഭർത്താവിനോടൊപ്പം തന്നെയാണ് ഭാര്യ താമസിക്കേണ്ടത്. മോൾക്കും അങ്ങനെ ആവാം എന്നിങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ ഈ ജലജയാണെങ്കിൽ മനസ്സ് ചിന്തിക്കാണ്. കണ്ടോ, അവള് പുരാണ കഥകളെല്ലാം പറഞ്ഞ് അച്ഛനെ മയക്കാനുള്ള തന്ത്രപ്പാടിലാണ്. ഭയങ്കരി, ഇവളെ എങ്ങനെ ശരിയാക്കാം എന്നൊക്കെ ചിന്തിക്കണം. അപ്പോൾ നമ്മുടെ ഈ ദേവേനി പറയണം, അച്ഛാ അവള് പറഞ്ഞു വരുന്നത് ആദർശിനോടൊപ്പം അവൾക്ക് താമസിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. അത് തന്നെയാണ് ഞാനും പറയുന്നത്. അതിൽ എനിക്കൊരു തടസ്സവും ഇല്ല. മോളെ ആരാ തടസ്സപ്പെടുത്തിയത്? ആദർശ് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മോൾക്കും കൂടെ പോകാറുന്നല്ലോ. ഞാൻ പറഞ്ഞോ പോകണ്ട എന്ന്? ഇല്ലല്ലോ, മോൾക്കും കൂടെ പോകാറുന്നില്ലേ? അതിന് ആരാണ് മോളുടെ കൂടെ തടസ്സം നിന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയാണ്, അത് ഞാൻ തന്നെയാണ്. കാരണം ഈ ഒരു അവസ്ഥയിൽ ഒരമ്മയുടെ പരിചരണ മോൾക്ക് എന്തായാലും വേണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ മോളോട് ഇവിടെ തന്നെ നിൽക്കാനായിട്ട് പറഞ്ഞത്. വേണ്ട, ഇതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. ഭർത്താവ് എവിടെയാണോ അവിടെയാണ് ഭാര്യ താമസിക്കേണ്ടത്. അല്ലാതെ ഭർത്താവ് അവിടെ നിന്ന് ഭാര്യ ഇവിടെ നിന്നാൽ സുഖകരമായിട്ട് പോകില്ല ജീവിതം. അതുകൊണ്ട് മോൾക്ക് വേണമെങ്കിൽ പോകാം. ഇവിടെ ആരും തടസ്സം നിൽക്കാനായിട്ട് പോകുന്നില്ല. മുത്തശ്ശ, ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് ആദർശേട്ടൻ്റെ കൂടെ പോകണം. എനിക്ക് പോകണം മുത്തശ്ശ. പൊയ്ക്കോ. അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ പോകണ്ട എന്ന്. ഇത് ഞാനിവിടെ തടസ്സം വെച്ചതുപോലെയാണല്ലോ മോളുടെ സംസാരം എന്നിങ്ങനെ പരുഷമായിട്ട് തന്നെ മുത്തശ്ശനിങ്ങനെ പറയാ. മോൾക്ക് പോകാം, വേണമെങ്കിൽ ഇന്ന് തന്നെ പോകാം. അതിനിവിടെ ആരും തടസ്സം വെക്കുന്നില്ല. ഞാൻ ഒട്ടും തടസ്സം വെക്കുകയില്ല. പറഞ്ഞ മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അപ്പോൾ നയനയ്ക്ക് ഭയങ്കര സങ്കടം തോന്നുക. മുത്തശ്ശൻ്റെ നാവിൽ നിന്നും അങ്ങനെ ഒരു മറുപടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്ക് സഹിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ദേവയാനിയോട് നമ്മുടെ നയനയും പറയുകയാണ്, അമ്മേ എനിക്ക് പോകണം അമ്മേ, മുത്തശ്ശി എനിക്ക് പോകണം മുത്തശ്ശി, എനിക്ക് പോകാതിരിക്കാനായിട്ട് കഴിയില്ല, മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല മുത്തശ്ശി, അതുകൊണ്ടാ എനിക്ക് പോകണമെന്ന് പറഞ്ഞ. ആദർശേട്ടൻ്റെ കാര്യവും അങ്ങനെ തന്നെയാ, മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ആദർശേട്ടൻ പോയ കാര്യങ്ങളൊന്നും പിന്നീട് ചെയ്യാനും സാധിക്കില്ല. അപ്പം മുത്തശ്ശിക്ക് കാര്യങ്ങളെല്ലാം ബോധ്യമായി. മോളെ ശരിയാ മോള് പറഞ്ഞത്. ഇനിയിപ്പോൾ ഏതായാലും ഞങ്ങൾ ആരും തടസ്സമൊന്നും നിൽക്കുന്നില്ല. മോള് പൊയ്ക്കോ, ആദർശിൻ്റെ കൂടെ മോള് പൊയ്ക്കോ, അല്ലെങ്കിൽ മോൾക്ക് സമാധാനം ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മോള് പൊയ്ക്കോളാനാണ് മുത്തശ്ശി പറയുക. അങ്ങനെ നമ്മുടെ നയന അവിടെ നിന്ന് എണീറ്റ് നേരെ റൂമിലേക്ക് ചെല്ലുകയാണ്. ഞാൻ പോകുമ്പോൾ ഞാൻ ചന്ദ്രമോളെയും കൊണ്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ ദേവയാനിക്ക് കാലി വരികയാണ്. അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? എടാ നീയൊക്കെ ചിരിക്കുകയാണല്ലേ? അയ്യോ ഏട്ടത്തി, ഞങ്ങൾ ചിരിച്ചില്ലല്ലോ. എനിക്ക് കാണാടി, നീയൊക്കെ മനസ്സിൽ ചിരിക്കുന്നത് എനിക്ക് ഇവിടെ കാണാം. പക്ഷേ അങ്ങനെ ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ കുഞ്ഞു പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ചന്തുമോളെയും കൊണ്ടേ പോകുള്ളെന്ന്. എടാ ആരാടാ ചന്തുമോള്? ആരാന്ന് ചോദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിന് കയറി കുത്തി പിടിക്കുകയാണ് അഭിയാണെങ്കിൽ ചുറ്റുപാട് നോക്കിയാണെന്ന്. നവ്യ വല്ല അറിഞ്ഞു കഴിഞ്ഞാൽ ആയ പണി പാളോന്ന് അഭിക്ക് നന്നായിട്ട് അറിയാം. പറയടാ, ആരടാ ചന്തുമോള്? അത് പിന്നെ അമ്മായി എൻ്റെ മോളാണ്. നിന്റെ മോളാണല്ലേ? എന്നിട്ട് എൻ്റെ മോനാണ് നിന്റെ വിഴുപ്പ് ചുമക്കുന്നത്. ഇതൊക്കെ എനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറം തന്നെയാണ്. പിന്നെ ഈ കുടുംബത്തിൽ വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. ആ പ്രശ്നത്തിൻ്റെ നടുവിലേക്ക് വേറൊരു പ്രശ്നവും കൂടി ഇടണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ കാര്യവും എല്ലാവരോടും ഞാൻ പറഞ്ഞാനായിരുന്നു. പറഞ്ഞാൽ മനസ്സിലായോ നിനക്ക് പറയുമ്പോൾ അമ്മായി എനിക്ക് മനസ്സിലായി അമ്മായി, എനിക്ക് മനസ്സിലായി. നിനക്കൊന്നും മനസ്സിലാവില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി ഭയങ്കരമായിട്ട് കലിപ്പി നിൽക്കുക. ഈ സമയം തന്നെ നമ്മുടെ നയനയാണെങ്കിൽ ചന്തുമോൾക്ക് മുടിയല്ല ഈ കൊടുക്കുകയാണ്. അമ്മ നമ്മൾ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണോ അമ്മ എന്ന് ചോദിക്കുകയാണ് ചന്തുമോള്. അതേ മോളെ, നമ്മൾ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണെന്നും പറയുകയാണ്. അയ്യോ, നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിക്ക് സങ്കടമാവില്ലേ എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോഴാണ് ദേവയാനിയുടെ വരവ്. അപ്പോൾ ദേവയാനിയാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതെ, മുത്തശ്ശിക്ക് സങ്കടവും മോളും മോളുടെ അമ്മയും ഇല്ലെങ്കിൽ മുത്തശ്ശിക്ക് വളരെയേറെ സങ്കടവും. നയനമോളെ, നീ ആദർശിൻ്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞ് ചന്തുമോളെയും കൊണ്ട് ഞാനപ്പോൾ ഒറ്റപ്പെട്ടൊരവസ്ഥയാവില്ലേ? എന്നെയും കൂടി എന്താ വിളിക്കാതിരുന്നത്? ഞാനും വരുമായിരുന്നില്ലേ മോളുടെ ഒപ്പം? എന്നെ എന്താ കൊണ്ടുപോകുമെന്ന് പറയാതിരുന്നത്? ചന്തുമോളും കൂടി പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ഒറ്റപ്പെട്ടൊരവസ്ഥയാണ്. പിന്നെ ഞാൻ
ഞാൻ എങ്ങനെയാണ് മോളോടെ പിടിച്ച് നിൽക്കുന്നത്? അതുകൊണ്ട് ഞാൻ എൻ്റെ മോളോടൊപ്പം വരികയാണ്, എനിക്കിവിടെ നിൽക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങോട്ട് പോവുക. അപ്പോൾ കൊച്ചിനെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, അമ്മ ഒരു കാര്യം പറയട്ടെ, നമ്മളില്ലെങ്കിൽ മുത്തശ്ശിക്ക് സങ്കടമാവെന്ന് പറഞ്ഞു കേട്ടില്ലേ? ആ പറഞ്ഞു. അതുകൊണ്ട് അമ്മ ഒരു തീരുമാനം എടുത്ത് മോളെ ഇവിടെ നിർത്തിയിട്ട് പോകാമെന്ന്. മോൾക്ക് അമ്മയെ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അമ്മ ഓടി വരുമല്ലോ. പിന്നെ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് അമ്മയും അച്ഛനും കൂടി അവസാനം ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ. മോളുടെ സ്കൂളിൽ അമ്മ വന്ന് കാണാട്ടോ. മോള് സങ്കടപ്പെടരുതേ അമ്മേ. അതെ, കുഞ്ഞാവനെ നന്നായിട്ട് നോക്കിക്കോളൂ കേട്ടോ അമ്മേ എന്നിങ്ങനെ പറയാണ്. കൊച്ചിൻ്റെ ആ ഒരു പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല. കൊച്ചിനെ ചേർത്ത് ഇങ്ങനെ പിടിക്കുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.